നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ സലിം കുമാർ ഇനി മലയാളി മനസ്സിലെ ചിരിയോർമ്മ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 56-ാം വയസ്സിലാണ് അന്ത്യം. ന്യൂമോണിയ ബാധയെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രിയോടെ ആരോഗ്യനില വഷളാകുകയായിരുന്നു. രാത്രി 10:43-നാണ് മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം. രാവിലെ മുതൽ എറണാകുളം വടക്കൻ പറവൂർ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ പ്രമുഖരടക്കം ആയിരക്കണക്കിന് ആളുകളാണ് നടന്റെ വിയോഗമറിഞ്ഞ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, നടൻ ജയറാം, രമേശ് പിഷാരടി, നവ്യ നായർ തുടങ്ങിയവർ സലിം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ പ്രമുഖർ സലിം കുമാറിനെ അനുസ്മരിച്ചു. തീരാത്ത സങ്കടമാണ് സലിം കുമാറിന്റെ വിയോഗമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സിനിമയ്ക്കകത്തും പുറത്തും നല്ല സുഹൃത്തു കൂടിയായിരുന്നു സലിം കുമാറെന്ന് മോഹൻലാലും അനുസ്മരിച്ചു. നഷ്ടപ്പെട്ടത് വെറുമൊരു ചലച്ചിത്ര താരത്തെ മാത്രമല്ല, കൂടപ്പിറപ്പിനെ തന്നെയാണെന്ന് മുഖ്യമന്ത്രി VD സതീശനും. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലിം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുസ്മരിച്ചു. ഉച്ചയ്ക്കൊന്നോടെ മൃതദേഹം പറവൂരിലെ വീടായ ലാഫിംഗ് വില്ലയിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30-നാണ് സംസ്കാരം നടക്കുക. മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണമെന്ന സലിം കുമാറിന്റെ ആവശ്യപ്രകാരമായിരിക്കും സംസ്കാരം. ഒരേ സമയം മലയാളിയെ പൊട്ടിച്ചിരിപ്പിക്കുകയും കരുത്തുറ്റ സ്വഭാവ നടൻ എന്ന നിലയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭയായിരുന്നു സലിം കുമാർ. 1996-ൽ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. 2006-ൽ അച്ഛനുറങ്ങാത്ത വീടെന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലിം കുമാർ നേടി. 2011-ൽ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന, ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും സലിം സ്വന്തമാക്കി. 3 പതിറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിൽ 320-ലധികം കഥാപാത്രങ്ങളെയാണ് സലിം കുമാർ എന്ന അഭിനേതാവ് അവിസ്മരണീയമാക്കിയത്. മികച്ച കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കറുത്ത ജൂതൻ ഉൾപ്പെടെ 3 സിനിമകളിൽ സംവിധായകനെന്ന നിലയിലും കയ്യൊപ്പ് ചാർത്തി. കറുത്ത ജൂതന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് സലിം കുമാർ ആയിരുന്നു. മണവാളൻ, പ്യാരിലാൽ, സ്രാങ്ക്, ഡാൻസ് മാസ്റ്റർ വിക്രം, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി തുടങ്ങി മലയാളി എന്നും നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യതാരങ്ങളുടെ പട്ടികയിലേക്ക് സലിം കുമാറിനെ എത്തിച്ചു. 1969 ഒക്ടോബർ 10-ന് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ ഗംഗാധരൻ, കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് ജനനം. കൊച്ചിൻ കലാഭവനിലൂടെ മിമിക്രി രംഗത്ത് സജീവമായി. കോമിക്കോള എന്ന ടെലിവിഷൻ ഹാസ്യപരിപാടിയിലെ പ്രകടനം വെള്ളിത്തിരയിലേക്ക് വഴി തുറന്നു. സുനിതയാണ് ഭാര്യ. നടൻ ചന്തു, ആരോമൽ എന്നിവർ മക്കളാണ്. പൊന്നയൂരിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിച്ചു. അകലാട് ത്വാഹാപള്ളി ബീച്ച് കരിമത്തിപ്പറമ്പിൽ മുബാറക്കിന്റെ ഓലമേഞ്ഞ വീടാണ് തകർന്നു വീണത്. ഇന്നലെയാണ് സംഭവം. മുബാറക്കും ഭാര്യയും 2 കുട്ടികളുമായിരുന്നു വീട്ടിൽ താമസം. മുബാറക്ക് ജോലിക്കും കുട്ടികൾ മദ്രസയിലേക്കും പോയിരിക്കുകയായിരുന്നു. മുബാറക്കിന്റെ ഭാര്യ പുറത്തിറങ്ങിയ സമയത്താണ് വീടിന്റെ മേൽക്കൂര നിലംപൊത്തിയത് എന്നതിനാൽ വലിയ അപകടമൊഴിവായി. വീട്ടിനുള്ളിലെ സാധന സാമഗ്രികൾ മുഴുവനായും ഉപയോഗശൂന്യമായി. ദിവസവും കൂലിപ്പണിക്ക് പോയാണ് മുബാറക്ക് കുടുംബം പോറ്റുന്നത്. വിവരമറിഞ്ഞ് പൊന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം, വാർഡ് മെമ്പർ അസ്ലം, പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ സലീം കുന്നമ്പത്ത് എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സഹായ പിന്തുണയുമായി നാട്ടുകാരും എത്തിയത് കുടുംബത്തിന് ആശ്വാസമായി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ജനത്തിന് ഇരുട്ടടിയായി വീണ്ടും പാചകവാതക വിലയിൽ വർധന. വീട്ടാവശ്യത്തിനുള്ള ഗാർഹിക സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കേരളത്തിൽ 14.2 കിലോ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. 3 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടുന്നത്. വിലവർധന ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ചിൽ പാചകവാതകത്തിന് 60 രൂപ കൂട്ടിയിരുന്നു. പുതിയ നിരക്ക് പ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപയിൽ നിന്ന് 942 രൂപയായി വർദ്ധിച്ചു. ജൂണിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG വിലയിൽ 42 രൂപയുടെ വർധന വരുത്തിയിരുന്നു. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU
ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ മക്കളിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൃശൂർ അഴീക്കോടൻ രാഘവൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ആദര ചടങ്ങ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും ഗുരുവായൂർ MLA-യുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MK സുനിൽ, CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ T സുധാകരൻ, MR രാജൻ, യൂണിയൻ ജില്ലാ ട്രഷറർ KG സന്ധ്യ, വൈസ് പ്രസിഡന്റ് ഉണ്ണി വാറനാട്ട്, തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് ജെറിൻ മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. ചരമം. അക്കിക്കാവ് വലിയ വളപ്പിൽ പരേതനായ അലിയുടെ ഭാര്യ തിത്തായി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5-ന് പരുവക്കുന്ന് മഹല്ല് മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. അബ്ദുൾ കരീം, അബ്ദുൾ റസാഖ്, ഖദീജ, ഷമീറ എന്നിവർ മക്കളാണ്. പൊന്നയൂർകുളം പഞ്ചായത്ത് മെമ്പറും CPM കുമ്മാരൻപടി ബ്രാഞ്ച് അംഗവുമായ ഷിനോദിന്റെ പിതാവ് അണ്ടത്തോട് കുമ്മാരൻപടി മുപ്പാടത്ത് വേലായുധൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജാനുവാണ് ഭാര്യ. വിനോദ്, മിനി, സിനി എന്നിവർ മറ്റു മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.